നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളം ഉറ്റുനോക്കുന്ന വിധി വരാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം. 2017 മുതൽ ആരംഭിച്ച നിയമ പോരാട്ടത്തിനാണ് വർഷങ്ങൾക്കിപ്പുറം അവസാനമാകുന്നത്. കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ ഭാവി എന്താകും എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ദിലീപ് അഴിക്കുള്ളിലേക്കോ അതോ പുറത്തേക്കോ എന്നു മാത്രമാണ് ഇനി അറിയേണ്ടത്. കേരളം മുഴുവൻ ഞെട്ടലോടെ കേട്ട സംഭവമായിരുന്നു ഓടുന്ന വാഹനത്തിനുള്ളിൽ പ്രമുഖ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവം. ആദ്യം പൾസർ സുനിയിലും മറ്റു കൂട്ടുപ്രതികളിലും മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണം പയ്യെ ദിലീപിലേക്ക് ചെന്നെത്തുകയായിരുന്നു. പിന്നീട് കേരളം ഈ കേസിൽ സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ട്വിസ്റ്റുകൾക്കും സംഭവ വികാസങ്ങൾക്കുമാണ്. പീഡനത്തിനിരയായ നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് താരസംഘടന നടത്തിയ പരിപാടിയിൽ മഞ്ജു വാര്യർ നടത്തിയ ചില പരാമർശങ്ങൾ അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ദിലീപിലേക്ക് കേസന്വേഷണം എത്തും മുമ്പായിരുന്നു മഞ്ജുവിന്റെ പരാമർശങ്ങൾ. ഈ സംഭവത്തിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് മഞ്ജു വാര്യർ അന്ന് ആ പരിപാടിയിൽ വെച്ച് പറഞ്ഞത്. വൈകാതെ കേസ് അന്വേഷണം ദിലീപിലേക്ക് എത്തിച്ചേരുകയും അറസ്റ്റിലാകുകയും ചെയ്തു. 85 ദിവസത്തോളമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞത്. പിന്നീട് പഴയ താരതിളക്കത്തിലേക്ക് ഉയരാൻ ദിലീപിന് കഴിഞ്ഞിട്ടില്ല. യുവനടിയുടെ ഇടപെടൽ കാരണമാണ് താനും മഞ്ജുവും തമ്മിലുള്ള ദാമ്പത്യം തകർന്നത് എന്നാണ് ദിലീപ് വിശ്വസിച്ചിരുന്നത്. ഈ വിരോധത്തിലാണ് പൾസർ സുനിക്ക് ക്വട്ടേഷൻ നൽകിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതേസമയം കേസിന്റെ ഒരു ഘട്ടത്തിലും മഞ്ജു വാര്യർ തന്റെ മുൻ ഭർത്താവിനെ അപമാനിക്കുന്ന രീതിയിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടില്ല. എന്താണ് തങ്ങളുടെ ദാമ്പത്യത്തിൽ സംഭവിച്ചതെന്ന് ദിലീപ് ചില പരാമർശങ്ങളിലൂടെ സൂചന നൽകിയപ്പോഴും മഞ്ജു മൗനം പാലിക്കുകയായിരുന്നു. പലപ്പോഴും മാധ്യമങ്ങൾ പല ഘട്ടത്തിലും മഞ്ജുവിനോട് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം മഞ്ജു നിശബ്ദയായി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടവും ബഹുമാനവും നഷ്ടപ്പെടുത്താതിരിക്കാനും മഞ്ജുവിന് കഴിഞ്ഞിരുന്നു. 2014 മനോരമ ന്യൂസ് മേക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മഞ്ജുവിനോട് ദിലീപും മഞ്ജുവും എന്തിനാണ് വേർപിരിഞ്ഞതെന്ന് അവതാരകൻ ചോദിച്ചിരുന്നു. എന്നാൽ ഇതിന് മഞ്ജു നൽകിയ മറുപടി അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മഞ്ജു 2ാം വരവിൽ സിനിമകളിൽ സജീവമായി തുടങ്ങിയ കാലമായിരുന്നു അത്. ഒരിക്കലും ദിലീപിനെ കുറ്റപ്പെടുത്താനോ തന്റെ ഭാഗമാണ് ശരിയെന്ന് സ്ഥാപിക്കാനോ മഞ്ജു ശ്രമിച്ചില്ല. മഞ്ജുവിന്റെ മറുപടി ഇതായിരുന്നു: പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് തികച്ചും വ്യക്തിപരവും ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ സ്വകാര്യത എന്നുള്ളത്. എന്റെയും മാത്രമല്ല അദ്ദേഹത്തിന്റെയും. അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല. നടൻ എന്ന നിലയിൽ ദിലീപിന്റെ സിനിമകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. സിനിമയും ജീവിതവും രണ്ടാണെന്നും മഞ്ജു പറഞ്ഞു. നടി ആക്രമിക്കപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് മഞ്ജു ഈ ഉത്തരം നൽകിയത്. ദിലീപുമായി വേർപിരിഞ്ഞിട്ട് 10 വർഷങ്ങളായെങ്കിലും ഇതുവരെയും ഇതു സംബന്ധിച്ച പരാമർശങ്ങളൊന്നും മഞ്ജു നടത്തിയിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് പോലും മഞ്ജു ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു. അതിന് ഏറെ വിമർശനങ്ങളും മഞ്ജു അന്ന് നേരിടേണ്ടി വന്നിരുന്നു.